ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൃത്യമായിട്ട് വീഡിയോ നേരത്തെ വരും. ഇന്ന് ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെ വൃത്തിയായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിരുന്നവർക്ക് ഇന്ന് സുന്ദരമായിട്ട് ഒരു പേടി ലെവലേഷൻ പോലും ഇല്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റിയ അവസരങ്ങളുണ്ടായിരുന്നു. ഞാനത് ചൂണ്ടിക്കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകളും എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഇന്നിപ്പം അത് പറയാനൊരു സാഹചര്യം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ സാഹചര്യം, എല്ലാ സാഹചര്യവും നമുക്ക് എല്ലാത്തിലും വിശദീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പം ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നമ്മൾ അന്നത്തെ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മളത് പറയും. അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലൊരു അവസ്ഥ വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് അന്ന് ഇത് ഓർമ്മയിലിരിക്കും, നിങ്ങൾക്ക് അത് സുന്ദരമായിട്ട് ട്രേഡ് ചെയ്ത് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് എക്സ്പയറി ഡേ ആണ്. രാവിലെ മാർക്കറ്റ് നല്ലപോലെ ഒന്ന് താഴോട്ട് വന്നു. താഴ്ത്തുന്നതിന് ശേഷം അവിടെ നേരെ മാർക്കറ്റ് റിക്കവർ ചെയ്തു മുകളിൽ പോയി നമ്മുടെ ലൈനൊക്കെ തട്ടി, അതൊക്കെ കഥ ഞാൻ പറഞ്ഞുതരാം. തട്ടി തിരിച്ചത്. അപ്പം അതിനുശേഷം ഇവിടുന്ന് മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എന്താ പറഞ്ഞത്, മാർക്കറ്റ് നമ്മളിവിടെ ഓൾറെഡി ഇന്നലെ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആകും ഈ ലൈനിടയ്ക്ക്. ഞാൻ ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. ഇന്നലെ ഇതെന്താ പറഞ്ഞത്, ഈ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്, എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യോ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യോ, ആ വഴിക്ക് നമ്മൾ നോക്കണം എന്നാണ് പറഞ്ഞത് ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, രാവിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മുകളിൽ പോയി കൃത്യമായിട്ട് നമ്മുടെ ലൈൻ റെസ്പെക്റ്റ് ചെയ്തു ഇല്ലേ. റെസ്പെക്റ്റ് ചെയ്ത് അവിടെ ഇടിച്ച് നിന്നു. അതിനുശേഷം അടുത്ത ക്യാൻഡിലും ഗ്രീൻ ആയിരുന്നു, പക്ഷേ നേരെ മുകളിൽ പോയി നമ്മുടെ അതേ ലൈനിൽ തന്നെ, ഇതാ നോക്കിക്ക് നമ്മുടെ ലൈനത്തെ സപ്പോർട്ട് നമ്മുടെ താഴെ വന്ന് നേരെ മാർക്കറ്റ് നേരെ താഴോട്ട് പോയി. ഇത് ക്രോസ് ചെയ്ത് താഴെ വന്നു. പിന്നെ അടുത്ത ലൈനിലും മാർക്കറ്റ് താഴോട്ട് വരാൻ ഒരു ടെൻഡൻസി കാണിച്ചെങ്കിലും നാലാമത്തെ ക്യാൻഡിൽ തിരിച്ചു കയറി. ഓക്കെ, തിരിച്ചു കയറി ആയിക്കോട്ടെ, സമ്മതിച്ചു, നോ പ്രോബ്ലം. അതിനുശേഷം ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ കണ്ടു. ഈ റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ഇല്ല. അതിൻ്റെ കാര്യം എന്താ, അതോടെ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. എല്ലാം വിശദീകരിച്ച് പറയാം. നമുക്ക് കൂലങ്കഷമായിട്ട് നമുക്ക് ചിന്തിക്കാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ട്രേഡ് ഇല്ല എന്ന് പറയാനുള്ള കാര്യം എന്താ, കാണിച്ചു തരാം. ഇവിടെ ട്രേഡ് ഇല്ല എന്ന് പറയാനുള്ള കാര്യം നമ്മുടെ സപ്പോർട്ട് വിട്ടാണ് ഇത് നിൽക്കുന്നത് ഇല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒന്നുകിൽ ഒരു സപ്പോർട്ടില്ല അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസില്ല, ആ ഏരിയയിൽ മാത്രം ട്രേഡ് എടുക്കുക. ഇത് നമ്മുടെ ഈ റിജക്ഷൻ ക്യാൻഡിൽ ഇനി താഴെ പോയിരുന്നു അല്ലേ, അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് നേരെ തിരിച്ച് മുകളിലോട്ട് പോയി. അപ്പോൾ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. എടുത്തെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല. നിങ്ങൾ എടുത്ത റിജക്ഷൻ ക്യാൻഡിൽ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ചു, നോ പ്രോബ്ലം, വിട്ടുകളാം, കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇതും ക്രോസ് ചെയ്ത് മുകളിലെത്തി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ക്രോസ് ചെയ്ത് ഈ മഞ്ഞ ലൈൻ, ഈ 552 ഇത് ക്രോസ് ചെയ്താൽ, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇത് ക്രോസ് ചെയ്താൽ ഷോർട്ട് കവറിങ് ആരംഭിക്കും. കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ മാത്രം വളരെ സ്ട്രെങ്ത് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഞാൻ വെരി ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തില്ലയോ മേടിച്ചോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കൺഫ്യൂസ്ഡ് ആയെന്നുള്ളതാണ് ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പം നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് റിവേഴ്സലിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ധാരണയാണ് നമുക്ക് എല്ലാവർക്കും. കാരണം ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ഇല്ലേ, റിജക്ഷനെ കംപ്ലീറ്റ് മാർക്കറ്റിനെ എങ്ങനെ ഉരുക്കി തീർക്കാം എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പുറത്താണ് മാർക്കറ്റ് ഇവിടെ എന്താ ഈ ലൈനിൽ തന്നെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് നമ്മുടെ പ്രീമിയം മാക്സിമം ഉരുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തവർക്ക് ഈ റിജക്ഷൻ ക്യാൻഡിലൊക്കെ ട്രേഡ് എടുത്തവർക്ക് ചിലപ്പോൾ 5-10 പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്ന് എക്സ്പയറി ഡേ ആണ്, വളരെ പെട്ടെന്നാണ് പ്രീമിയം ഉരുകിപ്പോകുന്നത്. ഓക്കെ, പക്ഷേ നമുക്കിന്ന് ഇവിടെ ഒരു കൺഫർമേഷൻ ട്രേഡ് അല്ല. ഓക്കെ, അതിനുശേഷം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് പിന്നെയും ബ്രേക്ക് ചെയ്തു ഇല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ പലരും സി എടുത്ത് കാണും.
ഇല്ലേ? മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകും, ഷോർട്ട് കവറിങ് നടക്കാൻ പോവാണെന്നല്ല വീഡിയോ പറഞ്ഞതൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഒരു ഷോർട്ട് കവറിങ് റാലി എങ്ങനെയാണ് നടക്കുന്നത്? ഇതാ നോക്കിയേ, ഷോർട്ട് കവറിങ് റാലി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നടക്കണമെന്ന് ഷോർട്ട് കവറിങ് റാലി, ഇവിടുന്ന് മേലോട്ട് പോകണമെന്ന് ഷോർട്ട് കവറിങ്. ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കത്തില്ല എന്നുള്ളതിൻ്റെ ഒറ്റ തെളിവാണ് ഈ മാർക്കറ്റിൻ്റെ കൺസോളിഡേഷൻ. ഈ പോയിന്റ് തന്നെ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ഇതിന് ഷോർട്ട് കവറിങ് റാലിയുടെ ചാൻസസ് വളരെ കുറവാണ്. ഷോർട്ട് കവറിങ് റാലി എങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഷോർട്ട് കവറിങ് റാലി എങ്ങനെയാണ് നടക്കുന്നത്? മാർക്കറ്റ് നേരെ എവിടെയാണോ കോൾ റേറ്റിംഗ് കൂടുതലുള്ളത് ആ പോയിന്റിലെത്തി. ഓക്കെ, 25,500 കോൾ റേറ്റിംഗ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് അവിടെ എത്തി. മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൾ റൈറ്റേഴ്സിൻ്റെ അവരുടെ ആശ നശിക്കുക, അല്ലേ? അവരുടെ കോൺഫിഡൻസ് നശിക്കുകയാണ്. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോവും. നമുക്കിവിടെ താഴോട്ട് വരാൻ യാതൊരു സാധ്യതയും, മാർക്കറ്റ് താഴോട്ട് പോകത്തില്ല. മുകളിലോട്ട് കയറിപ്പോകുന്ന സിക്കാർ വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ വിശ്വസിക്കുകയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള ധാരണ വരുമ്പോൾ അവരെന്തോ ചെയ്യും? ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്യുക, കോൾ റേറ്റിംഗ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും. അവരുടെ ഷോർട്ട് അവർ കവർ ചെയ്യും. ഷോർട്ട് കവർ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ബൈ പ്രഷർ വരും. ബൈ പ്രഷർ വരുമ്പോൾ സംഭവിക്കുന്നത് മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് കയറിപ്പോകാൻ തോന്നും. മനസ്സിലായി? ഓരോ പോകുമ്പോഴും നമ്മൾ പുട്ടുകാർ എസൽ ഇട്ട് വെച്ചാൽ ആ പുട്ടുകാർ എസലും അടിച്ചടിച്ച് പോകും. പുട്ടുകാർ എസൽ അടിക്കുമ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നത് ബൈങ് പ്രഷർ വരും. അപ്പം പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അങ്ങനെ കണ്ടിന്യൂസ് മാർക്കറ്റ് മുകളിലോട്ട് പോകണം. കാരണം എന്താണ്? ഇവിടുന്ന് സിക്കാർ എക്സിറ്റ് ചെയ്യുമ്പോൾ, കോൾ റൈറ്റ് സെല്ല് ചെയ്തവരെ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് വേണം? മുകളിലോട്ട് കയറി പോകണം. കാരണം ബൈങ് പ്രഷർ പിന്നെ കൂടി പോവാം. പക്ഷെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു കാരണവശാലും ഇവിടെ ആരും കോൾ റൈറ്റേഴ്സ് എക്സിറ്റ് ചെയ്തില്ല. മനസ്സിലായില്ലേ? കോൾ റൈറ്റേഴ്സ് ആരും ഇവിടെ എക്സിറ്റ് ചെയ്തില്ല. അവരങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താ? അവർക്ക് ഒരു കോൺഫിഡൻ്റ് ഉണ്ട് മാർക്കറ്റ് ഇവിടെ മേലോട്ട് പോകത്തില്ല, മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കവറിങ് റാലി ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ കയറി തന്നെ പോകും. ചെറിയ 1-2 ക്യാൻഡിലിന് കൺസോളിഡേഷൻ തരും, പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറി തരും. ഇങ്ങനെയാണ് ഷോർട്ട് കവറിങ് റാലി എടുക്കുന്നത്. ഒരിക്കലും ഷോർട്ട് കവറിങ് റാലിക്ക് അത് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ വരത്തില്ല. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ ബ്രേക്ക് ചെയ്ത് കാണിച്ചു, ഇല്ലേ? മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കാണിച്ചു, പോകുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും നേരെ താഴോട്ട് വന്നു. കിട്ടിയവർക്ക് കിട്ടി, ഇവിടം വരെ ഈ പോയിന്റ് വരെ എത്തി. ഇപ്പോൾ ഇവിടെ എത്ര ആരെങ്കിലും ഈ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചും പോയി കാണും. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറ്റിയ അബദ്ധം നിങ്ങളുടെ ഇത് ഷോർട്ട് കവറിങ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിശൂന്യത അവിടെ കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് ഓക്കെ. എപ്പോഴും ഷോർട്ട് കവറിങ് റാലി വരുമ്പം ഷോർട്ട് കവർ ഇങ്ങനെ മേലോട്ട് അരിഞ്ഞ് മേലോട്ട് കയറിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ 1-2 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ അല്ല ചെറിയൊരു ഡിപ്പ് തന്നിട്ട് അതിനുശേഷം പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും. അങ്ങനെയാണ് ഷോർട്ട്. നിങ്ങൾ പ്രീവിയസ് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പം എപ്പോഴും ഷോർട്ട് കവറിങ് റാലി ഇങ്ങനെ നടക്കുന്നു. ഒരിക്കലും ഷോർട്ട് കവറിങ് റാലിക്ക് അത് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടക്കത്തില്ല. ഓക്കെ, ഇനിയെങ്കിൽ നിങ്ങളത് ആലോചിച്ചിരുന്നോണം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും വന്നു, വീണ്ടും കൺസോൾട്ടേഷൻ നടത്തി. അതിനുശേഷം ഭയങ്കര ഒരു ബ്രേക്കൗട്ട് നടത്തി. ബ്രേക്കൗട്ട് നടത്തിയപ്പോഴും ഇതിന് പോയില്ല. ഈ നമ്മളുടെ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തില്ല. ഇതാണ് പ്രീവിയസ് ഹൈ, ഇല്ലേ? പ്രീവിയസ് ഹൈ ഇതാണ്. ഈ പ്രീവിയസ് ഹൈ മുകളിൽ പോയി ക്ലോസ് ചെയ്തില്ല. ഒരു വലിയ ക്യാൻഡിൽ വന്നു, അടുത്ത ക്യാൻഡിലും ഇത് പൊട്ടുവാന്നൊരു പ്രതീതി വരുത്തി. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡേഴ്സിൻ്റെ ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നതിന് ശേഷം അടുത്തൊരു ക്യാൻഡിൽ കാണിച്ചു എന്താണ്? ഇവിടുന്ന് വലിയൊരു ബ്രേക്കൗട്ട് മേലോട്ട് നടത്താൻ പോവാണ്, ഇവിടുന്ന് ഷോർട്ട് കവറിങ്ങിൽ നടക്കാൻ പോകാമെന്നൊരു പ്രതീതി വരുത്തി തീർത്തു. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ എന്ത് ചെയ്തു? എടുപ്പിച്ചു. അതിനുശേഷം ആ ക്യാൻഡിൽ തന്നെ റിജക്ഷൻ ക്യാൻഡിലായിട്ട് വന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്തു. അതിന് ശേഷം ഒരു ഭീകരമായിട്ടുള്ളൊരു ഫോള്, അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഭീകരമായിട്ടുള്ള ഫോളായിരുന്നു. മനസ്സിലായി? അപ്പോൾ ഇതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് കടന്നെങ്കിൽ മാത്രമേ, ഈ ഒരു പോയിന്റ് 597 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊരു ഷോർട്ട് കവറിങ് റാലി കൺഫേം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ എടുത്ത് പോയി നോക്കി ഞാൻ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം. ഓക്കെ, ഇതിൻ്റെ ഞാൻ പറഞ്ഞു, ഇവിടെയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നേരെ സസ്റ്റെയിൻ ചെയ്യണം. 15 മിനിറ്റ് നേരെ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. സസ്റ്റെയിൻ ചെയ്തോ? ഇല്ല, സസ്റ്റെയിൻ ചെയ്തില്ല. ഒരിക്കലും സസ്റ്റെയിൻ ചെയ്തില്ല. ഇത് ബ്രേക്ക് ചെയ്ത് ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു. ഇവിടുന്ന് മുകളിലോട്ട് പോകും എന്ന് കാണിച്ച്
ഒരു ഓളം ഉണ്ടാക്കിയിട്ട് അവസാനം നമ്മൾ വെട്ടി താഴെ ഇടുമായിരുന്നു. അതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പം നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഷോർട്ട് കവറിങ് റാലിയിൽ എന്താ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ബാക്കിയൊക്കെ വിട്ടല്ലേ. ഞാൻ പറഞ്ഞു രാവിലെ ഈ വോളറ്റാലിറ്റി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റേ അവേ എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു ഇല്ലേ. നിങ്ങൾ മാറി നിൽക്കുക നിങ്ങൾ, കാരണം ഈ ഇന്ന് എക്സ്പയറി ഡേ ആണ്. ഇത് ട്രേഡ് ചെയ്ത് വെറുതെ പ്രീമിയം ഉരുക്കി കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അങ്ങനെ മാറി ഇന്നവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് ഇന്ന് പിന്നെ നഷ്ടം ഉണ്ടായ നഷ്ടം, ലാഭം ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഓക്കെ, ഈ ടോപ്പിൽ പി എടുത്തവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്, നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ വീഡിയോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ, ഇത് കടന്നെങ്കിൽ മാത്രമേ ഷോർട്ട് കവറിങ് റാലി നടക്കൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഇത് കൺഫർമേഷൻ അല്ല, ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്, ഏത് നിമിഷം തിരിച്ചു പോവാം ഇല്ലേ. ഇതിന് കൺഫർമേഷൻ വരണമെങ്കിൽ ഈ പോയിന്റ് ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. എത്ര ശ്രദ്ധിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഇതാണ്. അപ്പം നിങ്ങൾ ഇനി മനസ്സിലാക്കിയിരുന്നു ഷോർട്ട് കവറിങ് റാലി നടക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം സിനാരിയോ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ, വെരി ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് നാളെ എന്ത് സംഭവിക്കും നോക്കാം. നാളെ എന്താണ്, ഇനി ഒരു ട്രേഡ് ഡീലിലാണ് എല്ലാവരുടെയും നോട്ടം. ഓക്കെ, മാർക്കറ്റ് ഇന്ന് ഏകദേശം നമ്മളെ ഞാൻ പറഞ്ഞു ഈ തലേവരയിൽ ട്രേഡ് എടുത്തവർ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കും പ്രോഫിറ്റ് കിട്ടിക്കാണും ഇല്ലേ. ഇവിടുന്ന് ഇവിടം വരെ പ്രോഫിറ്റ് കിട്ടിക്കാണും. ഹീറോ കളിച്ചവർക്ക് 25,476 തലേവര. ഇത് പൊട്ടിയാൽ മാർക്കറ്റ് താഴെ പോകും എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നാളെ വീണ്ടും ഇപ്പോൾ മൂഷ്യസ്ഥിതി ആയതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും പഴയ പടി തന്നെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഈ ഏരിയയിലാണ് നിൽക്കുന്നത് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് 25,400 എടുത്തൊരു ക്രോസ് ചെയ്ത് മുകളിൽ പോയാൽ എഗെയിൻ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. അപ്പം ഈ 476 കീ പോയിൻ്റാണ്, തലേവരെയാണ്. ഇത് എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇതിന് ശേഷം മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഞാൻ നോക്കട്ടെ, ലൈൻ വേറെ എല്ലാം മാറ്റാനുണ്ട്. ഒന്നും മാറ്റാനില്ല, ഈ ലൈനുകളെല്ലാം അതുപോലെ തന്നെ. ഈ ലൈനുകൾക്കൊന്നും ഒരു മാറ്റം വരുത്താനില്ല. ഈ ഷോർട്ട് കവറിങ് റാലിയുടെ ലൈൻ ഇത് വേണം നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇരുന്നോട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് ശേഷം ഈ പോയിൻ്റ് ഇത് അവിടെ ഇരുന്നോട്ടെ, കളയണ്ട. ഇത് അവിടെ ഇരുന്നോട്ടെ, ഇത് കളയണ്ട, ഈ പോയിൻ്റ് കളയണ്ട. ആവശ്യം വരും ചിലപ്പോൾ അവിടെ, കാരണം അവിടെ ഒരു കൺസോളിഡേഷൻ, ഒരു ബോക്സ് പാറ്റേൺ പോലെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നാളെ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോ ട്രേഡിംഗ് സോണാണ് ഇവിടെ നോ ട്രേഡിംഗ് സോണാണ്. എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യണം. ഇതിനകത്ത് ഒന്നുകിൽ ഇങ്ങോട്ട് ഞാൻ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ നാളെ ഇനി പറയും. ഇവിടെ ഇത് നോ ട്രേഡിംഗ് സോണാണ്, ഇതിനകത്ത്. ഓക്കെ, എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഭീകരമായിട്ടുള്ള ഫോൾ കാണണം. 15 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴോട്ട് മാർക്കറ്റ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു. ഓക്കെ, ഷോർട്ട് കവറിങ് റാലി നടക്കണമെന്നുണ്ടെങ്കിൽ 25,570 കഴിയണം. ഇനിയിപ്പം 25,570 കടന്നെങ്കിൽ മാത്രമേ ഷോർട്ട് കവറിങ് റാലി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഈ 25,597. ഓക്കെ, ഇത് 25,600 ആയത്. 25,600 കടന്നെങ്കിൽ മാത്രമേ ഷോർട്ട് കവറിങ് റാലി നടക്കൂ. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിൽ വെക്കുക. ബാക്കി വരകൾക്കൊന്നും യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇന്നത്തെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് പോവാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചേ? ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കുറച്ച് നേരം HDFC നമ്മുടെ വരച്ച വരയിലൊക്കെ തന്നെ കൃത്യമായിട്ട് കടന്ന് കളിക്കുകയാണ്. അപ്പം ഇതാ നോക്കിക്കുക, കൃത്യമായി നമ്മുടെ ലൈനിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്? നാളെ ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. അതാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് മുകളിലോട്ട് പോകാനുള്ള പാട്. പിന്നെ ഈ HDFC കടന്ന് മെഴുകുന്നതും. ഈ HDFC 2000 ഞാൻ അവസാനം നോക്കട്ടെ, 1987 കണ്ടോ, 1987 ആണ് HDFC നിൽക്കുന്നത്. 1993 ഞാൻ പറഞ്ഞത്. 1993 മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ HDFCക്ക് മുകളിലോട്ടുള്ളൊരു പോക്കുള്ളൂ, ഇല്ലെങ്കിൽ താഴോട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവസാനം HDFCയും വീണു. ഓക്കെ, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ HDFC നോക്കുക, വീണ്ടും 1993 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ HDFCക്ക് മുകളിലോട്ടുള്ളൊരു അപ്സൈഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ ഈ 1975 ടെസ്റ്റ് ചെയ്ത് പൊട്ടിച്ചാൽ പിന്നെ നേരെ താഴോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പൊട്ടും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ലൈൻ ഇവിടെ ആവശ്യമില്ല, ഇനി അത് സുഖമില്ല ലൈൻ. ഓക്കെ, ഇത്രയും മാത്രം മതി. ഈ ഒരു ലൈനേ ഉള്ളൂ, വേറെ ലൈനില്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ
മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പിൽ എന്താ സംഭവിച്ചത്? മിഡ് ക്യാപ്പിൽ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ലൈനൊക്കെ വൃത്തിയായിട്ട് വന്ന് ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഇവിടെ ഒരു ലൈനൂടെ വരയ്ക്കുക. ഈ ഹൈ വേണമെങ്കിൽ വരച്ച് വെക്കുക. അതായത് ഇത് ഇത്രയും. ഓക്കെ, ലൈൻ വരച്ചേക്കാം. അതിനകത്ത് എങ്ങനെ ആണ് കളിക്കുന്നതെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ വളരെ പ്രീമിയം ഒക്കെ വളരെ കൂടുതലായിരിക്കും. ട്രേഡ് ചെയ്യുന്നവരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ടിൽ റെസൻസ് നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നാളെ എല്ലാവരും ഇന്ന് രാത്രി ഉറ്റുനോക്കുന്നത് ട്രേഡ് ഡീലാണ്. ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലിലാണ് എല്ലാവരുടെയും നോട്ടം. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നാളെ അറിയാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.